പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ പിരിച്ചുവിട്ട സംഭവത്തിൽ കടുത്ത വിമർശനവുമായി മന്ത്രി ഗണേഷ് കുമാർ. ബാലകൃഷ്ണപിള്ളയാണ് പത്തനാപുരം താലൂക്ക് യൂണിയൻ വളർത്തിയത്. ഇന്ന് താലൂക്ക് യൂണിയന് 300 കോടിയുടെ ആസ്തിയുണ്ട്. അത് കൈക്കലാക്കാനാണ് ചിലരുടെ ശ്രമമെന്നും ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തി. തലപ്പത്തേക്ക് തെരഞ്ഞെടുത്ത തന്നെ പെട്ടെന്ന് മാറ്റുമ്പോൾ ജനാധിപത്യ ധ്വംസനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. വെള്ളാപ്പള്ളി തന്നെ വിമർശിച്ചത് സുകുമാരൻ നായരുടെ ആളായതുകൊണ്ടാണെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. വിഷയം എന്ന് പറയുന്നത് ആർ ബാലകൃഷ്ണപിള്ള. നിങ്ങൾക്കറിയാം, അദ്ദേഹം 64 വർഷം പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹമാണ് പത്തനാപുരം NSS താലൂക്ക് യൂണിയനെ കെട്ടിപ്പടുത്തത്. പത്തനാപുരം NSS താലൂക്ക് യൂണിയന് ആർ ബാലകൃഷ്ണപിള്ള നേതൃത്വത്തിൽ 64 വർഷം കൊണ്ട് 300 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ആസ്തി കൈക്കലാക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ് ഇത്. NSSനോടൊരു എതിർപ്പുമില്ല. പിന്നെ ഞാൻ കരയോഗത്തിൽ അംഗമാണ്. അവിടെ നിന്നും NSSൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്ത് ഞാൻ വളഞ്ഞ വഴി കൂടെ വന്നതല്ല. അപ്പോൾ എന്നെ ഒരു ദിവസം രാവിലെ മാറ്റുമ്പോൾ അതിനെന്തെങ്കിലും ജനാധിപത്യ ധ്വംസനമുണ്ടോ എന്നുള്ള കാര്യം മറ്റുള്ളവർ പരിശോധിക്കേണ്ടതാണ്. എന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായി വിമർശിച്ചത് ഞാൻ സുകുമാരൻ നായർ സാറിൻ്റെ ആളായതുകൊണ്ട് പറഞ്ഞിട്ടാണ്. അല്ല, അദ്ദേഹത്തിന് എന്നോട് വ്യക്തിപരമായ വിരോധമാണ്. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലിജോ, പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ പിരിച്ചുവിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? അതിൽ ഗണേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനം അത് പിരിച്ചുവിടുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ വേണമല്ലോ. അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ? പ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാർ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ പ്രകടമാക്കുന്നത്. നൗഫൽ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഈ താലൂക്ക് യൂണിയൻ പിരിച്ചുവിടേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം കാലമായി പത്തനാപുരം താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പത്മ കഫേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. പുനലൂരിലാണ് പത്തനാപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പത്മ കഫേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. 3.5 കോടി രൂപ ഇതുവരെ ചിലവഴിച്ചു. ഇനിയും 50 ലക്ഷം രൂപ കൂടെ അതിനായി ആവശ്യമുണ്ട് എന്ന് പറയുന്നതിൽ അഴിമതിയുണ്ട് എന്നുള്ളൊരു ആരോപണം ഈ ഭരണസമിതിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വന്നത്. അതായത് ഈ മന്ത്രി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഈ മത്സരിച്ച് പാനലായി നിന്ന് ജയിച്ചു വന്നവർ തന്നെ അവിടെ 2 രീതിയിലുള്ള അഭിപ്രായം ഉന്നയിക്കുകയും പലതവണയാണ് ഇത്തരത്തിൽ സുകുമാരൻ നായരെ കാണുന്നതിന് വേണ്ടി NSS ആസ്ഥാനത്തേക്ക് ഇവർ പോവുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട പരാതി ഇവർ ഉയർത്തുന്നതെന്ന് പറയുന്നത് താലൂക്ക് യൂണിയനിൽ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ KB ഗണേഷ് കുമാറിന്റെ ഏകാധിപത്യപരമായ നിലപാടുകൾ എന്നുള്ളതാണ് പ്രധാനമായും ഒരു പരാതി ഉന്നയിച്ചത്. വളരെ ഗണേഷ് കുമാറിനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ താലൂക്ക് യൂണിയനിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരാതികളെല്ലാം തന്നെ നേരിട്ട് കണ്ട് സുകുമാരൻ നായരെ അറിയിച്ചതിന് പിന്നാലെയാണ് ഇത് അവരുടേതായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം താലൂക്ക് യൂണിയൻ പിരിച്ചു വിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് ഇത്തരത്തിൽ ഇറക്കുകയും ചെയ്തത്. 13 അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് അതിൽ നിയമിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ അഡ്ഹോക് കമ്മിറ്റി നിയമിച്ചതിലും വലിയ രീതിയിൽ ഗണേഷ് കുമാറിന് ഒരു അതൃപ്തിയുണ്ട്. കാരണം ഗണേഷ് കുമാറിനെതിരായി മത്സരിക്കുന്ന ആളുടെ കുടുംബത്തിൽ നിന്ന് 2 പേർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഗണേഷ് കുമാർ ഒരു ആരോപണമായി പറയുന്നത്. ഇത്തരത്തിൽ ഈ തനിക്കെതിരെ ആരോപണമായി വന്നവരെല്ലാം തന്നെ ഈ താലൂക്ക് യൂണിയന്റെ സ്വത്ത് കട്ടുകൊണ്ടു പോകാൻ വന്നവർ എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും ഗണേഷ് കുമാറിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരുന്നത്. അതെല്ലാം തന്നെ തന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല, മറിച്ച് താൻ ഈ ഇത്തരത്തിൽ സുകുമാരൻ നായരുടെ ആളായി നിൽക്കുന്നത് കൊണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും താൻ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും എന്നുള്ള ഒരു കാര്യവും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്.